ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നാട്ടിലുള്ള ഞങ്ങളുടെ വെക്കേഷൻ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ ഞാൻ വന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അക്കമിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു. അതിലൊരു മൂന്നാമത്തെ കാര്യമാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഞങ്ങൾ എവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയാം. അപ്പം ഞാനും ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും മമ്മിയും പപ്പയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, 140 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നല്ലൊരു ഡ്രൈവ് ആണുള്ളത്. അത് പുള്ളി തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേന് ഏകദേശം 12 മണി 1 മണിയൊക്കെ ആയി കേട്ടോ. തിരിച്ച് വരുമ്പോൾ റോഡ് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അങ്ങോട്ട് പോയപ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. മിറാക്കിൾ ഗാർഡൻ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ വരാൻ ഉദ്ദേശിച്ചത്. ഇത് കട്ടപ്പനയാണ്. ഇത് കുറേ നാളായിട്ട് മനസ്സിലുള്ള ആഗ്രഹമാണ് കേട്ടോ, ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടുന്ന് കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചിട്ട് പോകണം, വീട്ടിൽ കൊണ്ട് നടണം. അങ്ങനെ പിന്നീടായാലും കുഞ്ഞുങ്ങൾക്കായാലും നമുക്കായാലും വിഷരഹിത പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഉദ്ദേശം കേട്ടോ. അപ്പോൾ അതിന് കുറേ ഇവിടെ പച്ചക്കറികളില്ല, ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഉണ്ട് കേട്ടോ. അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ ബീച്ചേട്ടൻ്റെ മിറാക്കിൾ ഫാമാണിത്. അപ്പം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണുമ്പം തന്നെ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതൊരു ഫേക്ക് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ആ വീഡിയോയ്ക്കകത്ത് കാണുന്ന എല്ലാ ഫ്രൂട്ട്സിൻ്റെ എല്ലാ മരങ്ങളും തൈകളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇത് റാസ്ബെറിയാണ്, അതിൻ്റെ തൈയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് വലുതായ ചെടികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് റേറ്റ് കൂടും. ചെറിയ തൈകളും ഈ വലിയ ഡ്രമ്മിനകത്തൊക്കെ വെച്ചിരിക്കുന്ന ഇതിന് കുറച്ച് റേറ്റ് കൂടും കേട്ടോ. പിന്നെ നമുക്കത് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് വണ്ടിയുടെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ചെറിയ തൈകളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് അവോക്കാഡോയാണ് കേട്ടോ അത് കാണിച്ചത്. ഞങ്ങളുടെ ലിസ്റ്റിൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്ന ഒരു സാധനമാണ് അവോക്കാഡോ. അപ്പം അത് ഇവിടെ കേരളത്തിൽ കൃഷി ചെയ്തിട്ട് കുറേ പേര് ഫ്രൂട്ട്സൊക്കെ എടുത്തു എന്ന് ഞങ്ങളിങ്ങനെ അറിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ട ഈ കമ്പിളി നാരങ്ങ, ഇത് കമ്പിളി നാരങ്ങ അല്ല, ഗത്താബ് ഓറഞ്ച്. ഈ ഓറഞ്ചിൻ്റെ 2 തൈകൾ വാങ്ങിച്ചു. ഒരു ഓറഞ്ച് എന്ന് പറയുമ്പോൾ പച്ച കളറിൽ തന്നെ ഇരിക്കും, പക്ഷേ ഒരു ചെറിയ പുളിയും നല്ല മധുരമായിട്ടുള്ളൊരു ഓറഞ്ച്. പിന്നെ നമ്മുടെ സാധാ മാൻഡറിൻ ഓറഞ്ച് ഇല്ലേ, അതും 2 തൈകൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. പിന്നെ പ്ലാവിൻ്റെ തൈകൾ, കുരുമുളകിൻ്റെ തൈകൾ, അങ്ങനെ ഞാൻ കുറേയൊക്കെ മറന്നുപോയി. എനിക്കറിയാൻ വയ്യാത്ത കുറേ പേരുകളുള്ള കുറേ ഇനം പ്ലാവുകളും മാവുകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്ന ഒന്നാണ് പേരത്തൈ വാങ്ങിക്കുക എന്നുള്ളത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ പേരക്കയും പൈനാപ്പിളും. അപ്പം ഞാൻ എവിടെ കണ്ടാലും പേരക്ക കണ്ടാലും വാങ്ങിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് അവിടെ നിന്ന് 2-3 പേരക്കൊക്കെ പറിച്ച് തന്നിരുന്നു കേട്ടോ. അതിൽ ആ ചേട്ടൻ കുഞ്ഞുങ്ങൾക്ക് പറിച്ചു കൊടുത്തതാണ് കേട്ടോ. അത് നല്ല വിളഞ്ഞ പാകമായി കിടക്കുന്ന പേരക്കയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തൈ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു കേട്ടോ. വൈറ്റ് ഡയമണ്ട്, റെഡ് ഡയമണ്ട്, അങ്ങനെ 2 ടൈപ്പിലുള്ള പേരത്തൈയാണ് ഞങ്ങൾ വാങ്ങിച്ചിരുന്നത് കേട്ടോ. പിന്നെ ഈ ഷീറ്റൊക്കെ അവർ ഇട്ടിരിക്കുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു അതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയായിരിക്കും എന്നാണ് കേട്ടോ. പക്ഷേ അതല്ല കേട്ടോ, അതിനകത്തിലെ കള വളരാതിരിക്കാൻ വേണ്ടി അവർ പൊളിത്തീൻ ഷീറ്റ് വിരിച്ചിരിക്കുന്നതാണ്. അപ്പം അവർക്ക് ഇച്ചിരി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇച്ചിരി എളുപ്പമോ, അല്ലെങ്കിൽ കളയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഇതിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല, ഒരു പച്ച കളറുള്ള ഓറഞ്ച്. പഴുത്താലും പച്ച പോലെ തന്നെ നിൽക്കും, പക്ഷേ ഒരു ചെറിയ പുളിയും മധുരമുള്ള ഒരു ഓറഞ്ച് എന്ന് പറഞ്ഞില്ല, അതാണ് കേട്ടോ ഇത്. വലിയ തടിയാവുന്ന മരമൊന്നുമല്ല, പടർന്ന് പന്തലിച്ച് ഒരു ചെടി പോലൊക്കെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമുക്കവിടെ ചെല്ലുമ്പം തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിങ്സ് ആണ് കേട്ടോ. കൃഷിയെ സ്നേഹിക്കുന്നവരെയും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ സ്ട്രോബെറിയൊക്കെ അവരവിടെ നട്ടു വെച്ചിട്ടുണ്ട്. ആ സ്ട്രോബെറി പക്ഷേ ഫ്രൂട്ട്സൊന്നും ഞങ്ങൾ കണ്ടില്ല. ഈ ഓറഞ്ചൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജാതിക്ക, ഓറഞ്ച്, മാവിൻ്റെ പല തൈകളുണ്ടായിരുന്നു. അതിൽ 3 ടൈപ്പ് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. ഇത് ഈജിപ്ഷ്യൻ മൊസമ്പി എന്ന് പറയുന്ന ഒരു മൊസമ്പി ആയിരുന്നു കേട്ടോ അത്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ, അത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു റംബൂട്ടാൻ. അങ്ങനെ അവളൊരെണ്ണം വാങ്ങിച്ചത്. പിന്നെ ഒരു ചാമ്പത്തൈ വാങ്ങിച്ചു. അതിൽ ഊമർ ചാമ്പയെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ചാമ്പങ്ങയാണ് വാങ്ങിച്ചത് കേട്ടോ. ഇത് അവിടെ നിന്ന് വെട്ടിയെടുത്ത പേരയ്ക്കയാണ്. പിന്നെ ഒരു മാവിൻ്റെ കീഴിലൊരു പൊഴിഞ്ഞു വീണ മാങ്ങയുണ്ടായിരുന്നു. അത് ചുമ്മാതെ കിടക്കുന്ന കണ്ടിട്ട് ആ ചേട്ടൻ എടുത്തിട്ട് വന്നതാണ്. പക്ഷേ അത് നല്ല മധുരമായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് വാടി പഴുത്തായിരിക്കും എന്നാണ്, വിളയാതെ. പക്ഷേ നല്ല വിളഞ്ഞ് പഴുത്ത് പൊഴിഞ്ഞു വീണ മാങ്ങയായിരുന്നു കേട്ടോ. അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ അത് കട്ട് ചെയ്ത് ആ ചേട്ടൻ ഞങ്ങൾക്ക് തരുകയും ചെയ്തായിരുന്നു കേട്ടോ. ആ ചേട്ടൻ കഴുകി തന്നു. പിന്നെ ഞങ്ങളത് കട്ട് ചെയ്തെടുത്തു അവിടെ നിന്നൊരു നൈഫൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ അത് ഇവരുടെ ഓഫീസാണ് കേട്ടോ, ഈ ഫാമിൻ്റെ ഓഫീസാണ്. അപ്പോൾ ആ ചേട്ടന് കിട്ടിയ പ്രശസ്തി പത്രങ്ങളും അവാർഡുകളും ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. ആ ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഇല്ല കേട്ടോ. ഞങ്ങൾ ചേട്ടനെ കാണാമെന്ന് വിചാരിച്ചാണ് പോയത്. അപ്പോൾ പുള്ളി പുതിയൊരു ഫാം വേറെ ഒരു സ്ഥലത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് പുതുതായിട്ട് ഓപ്പൺ ചെയ്തതുകൊണ്ട് പുള്ളി അവിടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുള്ളിയെ കാണാൻ പറ്റിയില്ല, എങ്കിലും പുള്ളിയുടെ ജോലിക്കാരും അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഞങ്ങൾക്ക് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിറാക്കിൾ ഫാമിനോട് വിട പറയുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ വെക്കേഷനിൽ. അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ വെക്കേഷൻ്റെ ഏടുകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന
ഒരു അധ്യായമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് അത് എൻജോയ് ചെയ്തു. എല്ലാവർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ വന്ന് കാണാവുന്ന വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമുക്കൊരു പോസിറ്റീവ് വൈബും പിന്നെ കൃഷി ചെയ്യാനുള്ള ആഗ്രഹവും എവിടെ നിന്നൊക്കെയോ വന്നു ചേരും നമുക്കിത് കാണുന്ന ഉടനെ. അങ്ങനെ ഞങ്ങൾ നടുന്ന വീഡിയോ ഇനി വേറൊരു ദിവസം ഞാൻ ഒരു വീഡിയോ ആയിട്ടിട്ട് അതൊരു ലോങ് വീഡിയോ ആയിപ്പോൾ അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ വേറൊരു ദിവസം ഇടുന്നതായിരിക്കും. തിരിച്ച് വരാൻ നേരം ഞങ്ങൾ തേയില ഫാക്ടറി കയറിയിട്ട് തേയിലപ്പൊടിയൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ട്. ബട്ട് അത് കുറച്ച് ലോങ് വീഡിയോ ആയിപ്പോവും, അതുകൊണ്ട് ഞാനിവിടെ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോട്ടെ. അപ്പോൾ ഇനി ഇത് നട്ട് വെക്കുന്ന വീഡിയോയുമായിട്ടൊക്കെ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.